السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يعش عن ذكر الرحمن نقيض له شيطانا فهو له قرين. صدق الله العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين. قال رسول الله صلى الله عليه وسلم: الدنيا كلها ملعون إلا ذكر الله ومن والاه أو عالما أو متعلما. صدق رسول الله صلى الله عليه وسلم. ബഹുമാന്യരായ സയ്യിദ് അവറുകളെ, മറ്റു സാദാത്തുക്കൾ, ആലിമീങ്ങൾ, സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അല്ലാഹുവിന്റെ പള്ളിയിൽ എല്ലാവരും ഇഅ്തികാഫ് നിയത്ത് ചെയ്യുക. എത്ര സമയമാണോ പള്ളിയിൽ ഉണ്ടാവുക അത്രയും സമയം അല്ലാഹുവിന്റെ പൊരുത്തം പ്രത്യേകമായി ഉണ്ടാകാൻ ആഗ്രഹിക്കുക. അതാണ് ഇഅ്തികാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ശരീരമാണ്. മണ്ണിന് പല പ്രത്യേകതകളും ഉണ്ട്. മണ്ണിൽ ഉള്ള എല്ലാ ലവണങ്ങളും നമ്മുടെ ശരീരത്തിലും ഉണ്ട്. മണ്ണിൽ അയേണും പൊട്ടാസ്യവും ഫോസ്ഫറസും സൾഫറും സിൽവറും ഗോൾഡും അങ്ങനെ ധാരാളം ലവണങ്ങൾ മണ്ണിൽ ഉള്ളതുപോലെ നമ്മുടെ ശരീരത്തിലും ഉണ്ട്. കുല്ലുക്കും മിൻ ആദമ വ ആദമു മിൻ തുറാബ്. നിങ്ങളെല്ലാവരും ആദം നബിയിൽ നിന്ന് ഉണ്ടായതാണ്. വആദമു മിൻ തുറാബ്. ആദം നബിയാകട്ടെ മണ്ണിൽ നിന്ന് ഉണ്ടായതാണ്. അതുകൊണ്ട് മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന കാരണത്താൽ നമുക്ക് കുറെ ന്യൂനതകൾ ഉണ്ട്. ആ മണ്ണിൽ അല്ലാഹു ആത്മാവിനെ ഊതിയപ്പോൾ മനുഷ്യൻ രൂപപ്പെട്ടു വന്നതാണ്. വനഫഖ്നാ ഫീഹി മിൻ റൂഹിനാ. നമ്മുടെ ആത്മാവിൽ നിന്ന് നാം ഊതിയപ്പോൾ ആണ് ഈ മണ്ണ് മനുഷ്യനായി മാറിയത്. അതുകൊണ്ട് മണ്ണിന്റെ പോരായ്മയും നമുക്കുണ്ട്. അല്ലാഹുവിന്റെ പ്രത്യേക അല്ലാഹു പ്രത്യേകം ബഹുമാനിച്ച
ആത്മാവിനെ ഊതിയത് നമുക്ക് മഹത്വവും ഉണ്ട്. മിൻഹാ ഖലഖനാകും, ബാക്കി വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. 3 പിടി മണ്ണ് വാരി അവസാനം നമ്മുടെ ശരീരത്തിലേക്ക്, ഖബറിലേക്ക് മുഅ്മിനീങ്ങൾ എറിയും. ഖബർ കിടക്കുമ്പോൾ പുറത്തേക്ക് എടുത്ത മണ്ണ്, ആ മണ്ണിൽ നിന്ന് 3 പിടി വാരിയിട്ടാണ് ഈ ദിക്ർ ചൊല്ലി ഖബറിലേക്ക് ഇടേണ്ടത്. മണ്ണ് എന്ന ആ ഓർമ്മ നമുക്ക് എപ്പോഴും ഉണ്ടാവണം. പുതിയ മണ്ണ് കണ്ടാൽ, ഖബർസ്ഥാനിൽ പുതിയ മണ്ണ് കണ്ടാൽ നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് ചോദിക്കും, ഇത് ആരുടെ ഖബറാണ്? ഖബർസ്ഥാനിലൂടെ ഇങ്ങനെ നടക്കുമ്പോ പുതിയ മണ്ണ് കണ്ടാൽ അവിടുന്ന് ചോദിക്കും, ഇതാരുടെ ഖബറാണ്? അപ്പൊ സ്വഹാബത്ത് പറഞ്ഞ്, ഇന്നലെ രാത്രി ഒരു മരണമുണ്ടായി. ആ മരണം ഉണ്ടായപ്പോൾ ഞങ്ങൾ രാത്രിയിൽ തന്നെ മറവ് ചെയ്തു. രാത്രിയിൽ മറവ് ചെയ്യണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് രാത്രിയിൽ മറവ് ചെയ്യൽ കറാഹത്താണ്. അല്ല, വൈകുന്നേരം മരിച്ചു, ഇനി മറവ് ചെയ്യാൻ അടുത്ത സമയം രാത്രിയാണ് എങ്കിൽ രാത്രിയിൽ മറവ് ചെയ്യാം. രാത്രിയിൽ എന്ന തഹരി പാടില്ല, അങ്ങനെയാണ് കിതാബിലുള്ളത്. അപ്പൊ രാത്രിയിൽ ഒരാൾ മരിച്ചു, ഞങ്ങൾ ആ മയ്യത്ത് രാത്രിയിൽ തന്നെ മറവ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അഫലാ കുൻതും ആദൻതുമുനി, നിങ്ങൾ എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? ഇങ്ങനെ ഒരു മരണമുണ്ടായിട്ട് എന്നോട് നിങ്ങൾ എന്തേ പറഞ്ഞില്ല? മരണവിവരങ്ങൾ ഓരോന്നും അറിയിക്കണം. ആരെ? പ്രധാനപ്പെട്ട ആളുകളെ അറിയിക്കണം. കാരണം അവരുടെ നിസ്കാരം കൊണ്ട് ഈ മയ്യിത്തിന് ഗുണമാണ്. ഇന്ന സ്വലാത്തക സകനുൽ ലഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മുഅ്മിനായ മനുഷ്യന് വേണ്ടി ജനാസ നിസ്കരിച്ചാൽ അത് ആ ജനാസക്ക് വലിയ സമാധാനവും സന്തോഷവുമാണ്. നമ്മളൊക്കെ മരിക്കുമ്പോൾ ധാരാളം നല്ല ആളുകൾ വന്ന് നിസ്കരിക്കുന്ന ഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നമുക്കെല്ലാം പ്രദാനം ചെയ്യാൻ. അറിയിച്ചാലും പോകാത്തവരാണ് ചില ആളുകൾ. എന്നാൽ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? അപ്പൊ അതിന് അവര് മറുപടി പറഞ്ഞു, അറിയിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഇന്നൽ മദീനത കസീറത്തുൽ ഹവാം, മദീന എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ധാരാളം ഇഴജന്തുക്കളും ഉപദ്രവിക്കുന്ന ജീവികളും എല്ലാം ഉണ്ട്. മരണവിവരം അങ്ങയെ അറിയിച്ചാൽ രാത്രി സമയത്ത് തന്നെ എഴുന്നേറ്റ് ആ മയ്യത്തിന്റെ അടുത്തേക്ക് അങ്ങ് പോകും. ആവശ്യത്തിന് ലൈറ്റും ഒന്നുമില്ലാത്ത കാലമല്ലേ അവിടുത്തെ ആ കാലം. അതുകൊണ്ടാണ് അങ്ങയെ അറിയിക്കാത്തത് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും എതിർപ്പ് പറഞ്ഞില്ല. പക്ഷേ ഉടനെ എങ്ങോട്ട് പോയി? ഖബർസ്ഥാനിലേക്ക് പോയി. മരിച്ച വീട്ടിൽ പോകാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ മരിച്ച ദിവസം ആ വീട്ടിൽ പോകാൻ കഴിഞ്ഞില്ല. മയ്യിത്ത് നിസ്കരിക്കാൻ പള്ളിയിൽ എത്താനും കഴിഞ്ഞില്ല. എന്നാൽ ആ മയ്യിത്തിനെ മറവ് ചെയ്ത ഖബറിന്റെ അടുത്തേക്ക് പോയി അവിടെ വെച്ച് നിസ്കരിക്കുക. അങ്ങനെ ആണ് സുന്നത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഖബറിന്റെ അടുത്ത് പോയി അവിടെ വെച്ച് ജനാസ നിസ്കരിച്ചു. ആ നിസ്കാരത്തിന്റെ സമയത്ത് അവിടുന്ന് ഒരു പ്രസംഗം ചെയ്തു. 4 തക്ബീർ ആണ് ജനാസ നിസ്കാരം. ആ 4 തക്ബീർ ഉള്ള ഫർളായ ജനാസ നിസ്കാരം നിർവഹിച്ചു സലാം വീട്ടിയതിനു ശേഷം ഖബറിന്മേൽ ഒരു പ്രഭാഷണം നടത്തുന്നു. എന്താണ്? ഖബറിന്റെ പുറത്ത് ഉപദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രസംഗിക്കാം. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ നിവേദനം ചെയ്ത ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇന്ന ഹാദിഹിൽ ഖുബൂറ മംലൂഅത്തുൻ ളുൽമത്തൻ അലാ അഹ്ലിഹാ ഫഇന്നല്ലാഹ യുനവ്വിറുഹാ ബിസ്സലാത്തി അലൈഹാ. ഈ ഖബറിന്റെ ഉള്ളിൽ എപ്പോഴും ഇരുട്ടാണ്. ആ ഇരുട്ട് നിറഞ്ഞ ഖബറിന്മേൽ ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചാൽ, നിസ്കരിച്ചാൽ അല്ലാഹു തആല ഖബറിന്റെ ഉള്ളിൽ പ്രകാശത്തെ നൽകും എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മയ്യിത്തിന് വേണ്ടി ദുആ ചെയ്തു. അതാരുടെ മയ്യിത്തായിരുന്നു? അതൊരു സഹോദരിയുടെ മയ്യിത്തായിരുന്നു. ആ സഹോദരി മരിച്ചപ്പോൾ ആണ് അവിടുന്ന് പറയുന്നു, നിങ്ങൾ എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? അപ്പോ ഇതിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുക. നിർബന്ധമായി ചെയ്യേണ്ട ജോലി ചെയ്തു പൂർത്തിയാക്കാതെ സുന്നത്തായ കാര്യങ്ങൾക്ക് വേണ്ടി ഇട്ടേച്ച് പോകരുത്. അതൊക്കെ മസ്അല വേറെയുണ്ട്. അതൊക്കെ ആലിമീങ്ങളോട് ഓരോന്നും ചോദിച്ച് മനസ്സിലാക്കുക. അങ്ങനെ ആലിമീങ്ങളെയും സയ്യിദ്മാരെയും പ്രിയം വെച്ച് ഓരോന്നും ചോദിച്ച് പഠിച്ച് ഇൽമു വർദ്ധിപ്പിച്ച് ഈമാനും തഖ്വയും വർദ്ധിക്കുന്ന കൂട്ടത്തിൽ അല്ലാഹു നമ്മളെല്ലാരെയും ഉൾപ്പെടുത്തി തരും. അപ്പൊ മണ്ണിനെ പറ്റിയുള്ള ഓർമ്മ നമ്മുടെ മനസ്സിലെപ്പോഴും വേണം. മണ്ണ് കണ്ടാൽ ഈ മണ്ണിലേക്ക് പോകാനുള്ളതാണ് എന്ന ഓർമ്മ വേണം. മണ്ണാകാനുള്ള ശരീരമാണ് എന്ന ഓർമ്മ വേണം. ആ മണ്ണ് കൊണ്ടാണ് അല്ലാഹു നമ്മെ പടച്ചതെങ്കിലും അല്ലാഹു നമുക്ക് വലിയ പവർ നൽകിയിട്ടുണ്ട്. വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനത് ത്വയ്യിബാത് വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീലാ. സൂറത്തുൽ ഇസ്രായിലുള്ള ആയത്താണ്. ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയാണ് അല്ലേ? നാളെ നോമ്പാണ്. അല്ലാഹു നോമ്പിനുള്ള ആഫിയത്തും തൗഫീഖും തരട്ടെ. വലിയ പുരോഗതി മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചിട്ടുള്ള രാത്രിയാണ് മിഅ്റാജ്. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലേഡർ അല്ലെങ്കിൽ ഗോവണി, കോണി എന്നാണ്.
പുരോഗതിയുടെ ഉയരങ്ങളിലേക്ക് കയറിപ്പോകാനുള്ള ഉപകരണമാണ്. അതാണ് മിഅ്റാജ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു വലിയ പുരോഗതി വിജയങ്ങൾ കൊടുത്ത രാത്രിയാണ്. അല്ലെങ്കിൽ തന്നെ വലിയ വിജയമുള്ള ആളാണെങ്കിലും ഖദീജ ബീവിയുടെ മരണമുണ്ടായപ്പോൾ അവിടുത്തെ ഖൽബിന് വേദനയായി. ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയുടെ വഫാത്ത് ഭർത്താവിന് വളരെ പ്രയാസമാണല്ലോ. ഭർത്താവിന്റെ മരണം ഭാര്യയ്ക്കും പ്രയാസമാണ്. ആ മരണത്തിന്റെ പ്രയാസങ്ങൾ ഉണ്ടായി. അബൂ ത്വാലിബ് പിതൃവ്യനാണ് റളിയല്ലാഹു അൻഹു പറയാം, അല്ലെങ്കിൽ പറയാതിരിക്കാം. അപ്പോ ആ രണ്ട് മരണവും ഉണ്ടായപ്പോൾ മനസ്സിന് വല്ലാത്തൊരു ഷോക്ക് പോലെ. അങ്ങനെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിക്കുന്നു. മുഅ്മിനീങ്ങളായ ആളുകൾ എന്തെങ്കിലും ഒരു വേദന ഉണ്ടായാൽ ഉടനെ അല്ലാഹു അവരെ സമാധാനിപ്പിക്കും. നമ്മളൊക്കെ മുഅ്മിനീങ്ങളെ പട്ടികയിൽ ഉള്ളവരാണെങ്കിൽ നമുക്കെന്ത് ബേജാറ് വന്നാലും ഉടനെ അതിന്റെ പരിഹാരം അല്ലാഹു നമുക്ക് തരും. ആരും ടെൻഷൻ ആവരുത്. എത്ര ബേജാറുള്ള വിഷയം നമ്മളെ ജീവിതത്തിൽ വന്നാലും അല്ലാഹു നമ്മളെ സഹായിക്കും. വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളെ അല്ലാഹു സഹായിക്കും. മുഅ്മിനീങ്ങളുടെ നേതാവാണ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ബശർ ത്വാഹ റസൂലുള്ളാഹ്. وجهت وجهي للذي فطر السماوات والأرض حنيفا مسلما وما أنا من المشركين إن صلاتي ونسكي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا أول المسلمين وأنا من المسلمين. അങ്ങനെയാണ് നമ്മുടെ വജ്ഹത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വജ്ഹത്ത് വഅന അവ്വലുൽ മുസ്ലിമീൻ. ലീഡറാണ്. അപ്പൊ അത്രയും പവറുള്ള വോൾട്ടേജ് ഉള്ള ഏറ്റവും വോൾട്ടേജ് ഉള്ള ആളാണ്. അങ്ങനെയുള്ള നബിയുടെ പ്രിയപ്പെട്ട ഭാര്യ വഫാത്തായപ്പോൾ അവിടുത്തെ ഖൽബിൽ വേദന വന്നു. ആ വേദന അകറ്റാൻ വേണ്ടി സൂറത്തുൽ നഹ്ൽ, സൂറത്തുൽ ഇസ്റാ, സൂറത്തുൽ കഹ്ഫ്, ഈ മൂന്ന് സൂറത്ത് എല്ലാവരും ശ്രദ്ധിക്കുക. ഇരുത്തൊന്ന് ഉഷാറാക്കി ഇരുന്നാല് ഇങ്ങനെ ആക്കി കൈയെല്ലാവരും രണ്ട് കൈ മുന്നോട്ട്. അപ്പൊ ശൈത്താൻ അങ്ങോട്ട് പോകാൻ വേണ്ടി മടി, ആലസ്യം, പിശാച് അതൊക്കെ അങ്ങോട്ട് പോയിക്കോളും. തഹിയ്യാത്തുല്ല കയ്യിന്റെ പേരിൽ ഇങ്ങനെ നല്ല ബലം പിടിച്ച് അവിടെ വെച്ചാല് ഉറക്ക് വരൂല. 53 കെട്ടിപ്പിടിച്ചവനായിട്ടാണ്, നല്ല പിടുത്താണ്. ആ പിടുത്തത്തില് ഉറക്കൊക്കെ കൊണ്ട് പോയി പോകും. യോഗയുടെ ഒരു ഭാഗമാണ് നമ്മളെ വലിയ യോഗ നിസ്കാരമാണ്. അപ്പൊ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ലീഡറായ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ലീഡറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിന് ചെറിയൊരു വേദന ഉള്ള ഒരു വിഷയമായിരുന്നു ഭാര്യയുടെ ആ വഫാത്ത്. നമ്മളും അങ്ങനെയാണ്. വലിയ പവറൊക്കെ ഉള്ള ആളാണെങ്കിലും ചില മരണങ്ങൾ നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് ഉണ്ടായപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വല്ലാതെ കുലുങ്ങിപ്പോയി.
ഒരിക്കലും ഇത്ര വേഗം ആ മുത്ത് റസൂൽ പോകുമെന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാ ഉത്തരവാദിത്തങ്ങളും ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് മുത്ത് നബി വഫാത്തായി പോവുകയാണ്. ഒരു തിങ്കളാഴ്ച 2 കൊല്ലം മദീനയിൽ ഭരണം നടത്തിയത് അബൂബക്കർ സിദ്ദീഖാണ്. ആ അബൂബക്കർ സിദ്ദീഖിന്റെ വഫാത്ത് ഒരു ചൊവ്വാഴ്ചയാണ്. അതിന്റെ കാരണം പറയുന്നത് തിങ്കളാഴ്ച മുത്ത് നബി വഫാത്തായപ്പോൾ ചൊവ്വാഴ്ച വഫാത്താകാൻ കാത്തു നിൽക്കുകയാണ് മഹാനവറുകൾ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഭാര്യയുടെ വഫാത്ത് കൊണ്ട് പ്രയാസമുണ്ടായപ്പോൾ നസലൽ അമീനു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പറഞ്ഞ് നമുക്ക് ഒരു യാത്ര പോകാനുണ്ട്, അതിനൊന്ന് ഒരുങ്ങിയിട്ട് പോകണം. അങ്ങനെ അവിടുത്തെ ഖൽബ് നെഞ്ഞിന്റെ ആ ഭാഗം ഓപ്പറേറ്റ് ചെയ്ത് ഖൽബ് കീറുകയാണ്. അഖ്സംതു ബിൽ ഖമരിൽ മുൻശഖ് ഇന്ന ലഹു മിൻ ഖൽബിഹി നിസ്ബതൻ മബ്റൂറത്തൽ ഖസമി മൗലായ സ്വല്ലി ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൽബ് 4 തവണ ഓപ്പറേറ്റ് ചെയ്തു. ആകാശത്തെ ചന്ദ്രൻ, ആ ചന്ദ്രനെ 1 തവണ ഓപ്പറേറ്റ് ചെയ്തു. രണ്ടും നബിയുടെ മുഅ്ജിസത്തുകളാണ്. ചന്ദ്രൻ, ആകാശത്തുള്ള ചന്ദ്രൻ 2ആയി പിളർന്നു. അത് ചേരമാൻ പെരുമാൾ കണ്ടു ഈ കേരളത്തിൽ നിന്ന്. കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ്? ആരോ പറഞ്ഞു, മദീനയിൽ ഉള്ള മുഹമ്മദ് നബി എന്ന പ്രവാചകന്റെ മുഅ്ജിസത്താണ്. എന്നാൽ ഇക്കാലം വരെ പറഞ്ഞു കേട്ടിട്ട് പോലുമില്ല ചന്ദ്രൻ പിളർന്നതായിട്ട്. അതുകൊണ്ട് ഇതൊരു പ്രത്യേകതയുള്ള വലിയൊരാളാണ്. ആ രാജാവ് കൊടുങ്ങല്ലൂരിൽ നിന്ന് അറേബ്യയിലേക്ക് പുറപ്പെടുകയും സലാല വഴിക്കാണ് അദ്ദേഹം പോയത്. അങ്ങനെ ആ സലാലയിലാണ് അദ്ദേഹത്തിന്റെ ഖബറുള്ളത്. അവിടെ സിയാറത്ത് ചെയ്ത ഒരുപാട് ആളുകൾ ഈ മജ്‌ലിസിലുണ്ട്. ഈ പ്രദേശത്തുള്ള ആളുകൾ വിദേശ നാടുകളുമായിട്ട് വലിയ ബന്ധമുള്ള ആളുകളാണ്. ആ ബന്ധങ്ങളൊക്കെ ആഖിറത്തിൽ ഉപകാരമുള്ള കാര്യങ്ങളിലേക്ക് ഒരു വഴിയായി പടച്ചവൻ നമ്മളെ വക്കൽ കബൂൽ ചെയ്യട്ടെ. ആ ഖൽബ് കീറി യാതൊരു മാലിന്യവും യാതൊരു ദുരാഗ്രഹവും ആ ഖൽബിലേക്ക് വരാതിരിക്കാനുള്ള ഒരു പ്രിവെൻഷൻ എന്നതുപോലെ അവിടെ സംസം വെള്ളം കൊണ്ട് കഴുകി തുന്നിക്കെട്ടി ആ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് കൊണ്ടുവന്ന ബുറാഖ് എന്ന വാഹനപ്പുറത്ത് കയറ്റുകയും അങ്ങനെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് ആ നേതാവിനെ കൊണ്ടുപോവുകയും ചെയ്ത രാത്രിയാണ് ഇന്നത്തെ രാത്രി. സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫീ ദാജിൻ മിനൽ ളുലമി ഖഫൽത കുല്ല മഖാമിൻ
من بالإضافة إذ نوديت من رصد مثل المفرد العالمي وقدمتك جميع الأنبياء بها والرسل تقديم مخدوم على خدم مولاي صل وسلم. അല്ലാഹ് അത്രയും മഹത്തുള്ള രാത്രിയായതുകൊണ്ട് ഈ രാത്രിയെ മുഅ്മിനീങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള രാത്രിയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരു നാഴികക്കല്ല് സൂറത്തുൻ നഹലിലെ അവസാന ഭാഗത്തുള്ള ആയത്തും സൂറത്തുൽ ഇസ്രായിന്റെ ആദ്യത്തെ ആയത്തും അതിങ്ങനെ ചേർത്തി വെച്ചാൽ ആ ഖദീജ ബീവിയുടെ വഫാത്ത് അടക്കമുള്ള പ്രയാസങ്ങൾ കൊണ്ട് മനസ്സ് വേദനിച്ച ആ നേതാവിനെ ഒരു ട്രിപ്പ് നൽകിക്കൊണ്ട് ഒരു യാത്രാ സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു തആല ആദരിച്ച സംഭവമാണ് അൽ ഇസ്റാ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ബാക്കി ഇലൽ മസ്ജിദിൽ ബാറക്നാ ഹൗലഹു. അതാണ് ആ മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ അഖ്സയിലും ഒക്കെ പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മസ്ജിദുൽ അഖ്സയുടെ പരിസരത്ത് മൗലാന മുഹമ്മദ് അലി അവിടെ മറവ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത മൗലാന മുഹമ്മദ് അലിയുടെ ഖബർ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്താണ്. ഒരു തവണ അവിടെ പോയിട്ടുണ്ട്. ഇന്ന് അവിടെ എല്ലാം പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളൊക്കെ വ്യാപിച്ച് പല പ്രശ്നങ്ങളും ഇനിയും വരാൻ പോവുകയാണ്. ആ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴും ഈമാൻ ഒരു കേടുമില്ലാതെ രക്ഷപ്പെടുന്ന കൂട്ടത്തിൽ അല്ലാഹു നമ്മളെയും നമ്മളെ ഉമ്മത്തിനെയും ഉൾപ്പെടുത്തി തരട്ടെ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല മനുഷ്യന് വലിയ പവർ നൽകി എന്ന് പറഞ്ഞ ആ പവർ മണ്ണ് കൊണ്ടാണ് പടച്ചതെങ്കിലും ആ മണ്ണ് കൊണ്ട് പടച്ച വസ്തുവിന് വലിയ മാർക്കറ്റ് ഒന്നും ഉണ്ടാവില്ല. മണ്ണിൽ കൊണ്ടുപോയി വെക്കാനേ അത് പറ്റൂ. അതുകൊണ്ടാണ് മനുഷ്യൻ മരണപ്പെട്ടാൽ അവനെ മണ്ണിൽ കൊണ്ടുപോയി വെക്കുന്നത്. കാരണം മണ്ണ് കാത്തു നിൽക്കുകയാണ്. മണ്ണിൽ നിന്ന് പടക്കപ്പെട്ട സാധനം മണ്ണിലേക്ക് വരാൻ വേണ്ടി മണ്ണ് ആഗ്രഹിക്കുകയാണ്. ഏതു നാട്ടിലുള്ള മണ്ണിൽ നിന്നാണോ നിന്നെ പടച്ചത് ആ നാട്ടിലെ മണ്ണിൽ നീ എത്തും. നിന്റെ ഖബർ അവിടെയാണ്. ജനാസ കൊണ്ടുപോവുകയാണ്. ജനാസ ചുമലിലേറ്റിയിട്ട് ആളുകൾ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ ജനാസ കൊണ്ടുപോകുന്ന യാത്രയിൽ നമ്മുടെ നേതാവ് റസൂലുള്ളാഹി കൂടെ ഉണ്ടായിരുന്നു. മയ്യിത്തിന്റെ കൂടെ നടക്കൽ സുന്നത്താണ്. മുന്നിലാണ് കൂടുതൽ കൂലി. പിന്നിലായാലും സൈഡിലായാലും ആ മയ്യിത്തുമായി ബന്ധപ്പെട്ട ആളാണ് എന്ന് തോന്നുന്ന രൂപത്തിൽ അടുത്തങ്ങനെ പോവുകയാണ്. ആ പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മയ്യിത്തിന്റെ കൂടെ തന്നെ പോകും. വാഹനം പുറത്തല്ല, നടക്കുക വേണ്ടത്. സുഖമില്ലാത്തവർക്ക് സൈക്കിളിലോ കാറിലൊക്കെ കയറാം. എന്നാലും നടക്കുക നല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നടക്കുകയാണ്. ആ നടക്കുന്ന സമയത്ത് അവിടുന്ന് രണ്ട് കാലും പെരുവിരലിൽ ഊന്നിക്കൊണ്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്താണ് അങ്ങ് പെരുവിരലിൽ നടക്കുന്നത്? അവിടുന്ന് മറുപടി പറയുന്നു, ഈ മയ്യിത്ത് വളരെ ബഹുമാനമുള്ള ആളായതുകൊണ്ട് ഈ മയ്യിത്തിന്റെ കൂടെ മയ്യിത്തിനെ അനുഗമിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകൾ ഭൂമിയിൽ വന്നിരിക്കുന്നു.
തനസ്സലുൽ മലായികത്തു വറൂഹു, മലക്കുകളും ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കും മുഅ്മിനീങ്ങൾ ഉള്ള സ്ഥലത്ത് വരും. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ വീടുകളിൽ മലക്കുകൾ വരും. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് വരും. വഅലിന്റെയും റാത്തീബിന്റെയും സ്വലാത്തിന്റെയും മജ്ലിസിൽ മലക്കുകൾ വരും. മലക്കുകൾ മുഅ്മിനീങ്ങളെ പൊതിയും. അവർക്ക് വേണ്ടി ആ മലക്കുകൾ പ്രാർത്ഥിക്കും. ആ മലക്കുകൾ ഈ മയ്യിത്തിന്റെ ജനാസയെ, ഈ മയ്യിത്തിനെ അനുഗമിക്കാൻ വേണ്ടി നിറയെ മലക്കുകളായതുകൊണ്ട് എന്റെ കാല് നിലത്ത് വെക്കാൻ സ്ഥലമില്ല. അതുകൊണ്ടാണ് വിരലിൽ ഞാൻ ഊന്നി നടക്കുന്നതെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെയുള്ള ആ മയ്യിത്ത് ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചു. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. 3 പിടി മണ്ണ് വാരി എറിഞ്ഞ് ആ മയ്യിത്തിന്റെ കർമ്മങ്ങൾ തൽഖീൻ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗതി വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ വമൻ സുഹ്സിയ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. لتبلون في أموالكم وأنفسكم ولتسمعن من الذين أوتوا الكتاب من قبلكم ومن الذين أشركوا أذى كثيرا وإن تصبروا وتتقوا فإن ذلك من عزم الأمور. തൽഖീനിലുള്ളത് ആയത്തുകളാണ്. തൽഖീനെ എതിർക്കണ്ട. തൽഖീനെ വിമർശിക്കുന്നവൻ വിവരമില്ലാത്തത് കൊണ്ട് വിമർശിക്കുകയാണ്. ഖുർആന്റെ ആയത്താണ് അതിലുള്ളത്. ആ തൽഖീനും എല്ലാം കഴിഞ്ഞ് ആളുകൾ പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നമ്മളിപ്പോൾ ഖബറിൽ കൊണ്ടുപോയി വെച്ച ആ മയ്യിത്തിനെ ഖബർ ഇടുക്കിയിട്ടുണ്ട് സ്വഹാബിമാരെ. വഅലമു യാ ഉമ്മത മുഹമ്മദ്, ഖബർ മയ്യിത്തിനെ എടുക്കും. ആ എടുക്കുന്നതിന്റെ കാരണം കിതാബുകളിൽ കാണുന്നു. അത് മയ്യിത്തിനോടുള്ള ദേഷ്യം കൊണ്ടാണോ? അല്ല. വെറുപ്പ് കൊണ്ടാണോ? അല്ല. മുഅ്മിനായ മയ്യിത്തിനോട് ഖബറിന് ഒരു വെറുപ്പുണ്ടാവില്ല. മുഅ്മിനായ മനുഷ്യനോട് മുഅ്മിനായ മയ്യിത്തിനോട് ഖബറിന് ഒരു വെറുപ്പുണ്ടാവില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരൊറ്റ പിടുത്തം പിടിച്ചത്? അതാ മണ്ണിൽ നിന്ന് പടക്കപ്പെട്ട വസ്തുവിനെ മണ്ണിലേക്ക് വെച്ചപ്പോൾ സന്തോഷം കൊണ്ടും സ്നേഹം കൊണ്ടും കൂട്ടിപ്പിടിച്ചതാണ്. അല്ലാഹ്. അതാ അപ്പൊ നമ്മളെ സാധനം, നമ്മളെ ഈ ശരീരത്തിന്റെ അവസ്ഥ വളരെ മോശമാണ്. മണക്കും. ഇത് റൂഹ് പോയാൽ മണക്കാൻ തുടങ്ങും. കാലിന്റെ വിരല് പഴുത്താൽ അതിന്റെ മണം എത്രയാണ്. എന്നാൽ ഈ മയ്യിത്ത് ഖബറിൽ കൊണ്ടുപോയി വെച്ച് ആദ്യം നശിക്കുന്ന സാധനം അവന്റെ കണ്ണുകളാണ്. ആ കണ്ണുകൾ അവിടെയാണ് ആദ്യം പഴുത്ത് ദ്രവിച്ച്, പിന്നെ ശരീരം മുഴുവനും ചലവും ദുർഗന്ധമുള്ള വസ്തുവായി മാറി. അതാണ് നമ്മുടെ ശരീരമെന്ന് ഓർമ്മ വേണം. അതുകൊണ്ട് ആ ആത്മാവിനെ, ആ മണ്ണ് കൊണ്ട് പടക്കപ്പെട്ട ശരീരത്തെ നന്നാക്കുവാനുള്ള ഒറ്റ വഴിയേ ഉള്ളൂ. റൂഹിന് നല്ല ശക്തി കൊടുത്താൽ ആ മണ്ണിന്റെ എല്ലാ പോരായ്മയും റൂഹിന്റെ ശക്തി കൊണ്ട് അല്ലാഹു പരിഹരിച്ചു തരും. അതുകൊണ്ടാണ് ആദം നബി അലൈഹിസ്സലാമിനെ പടക്കുന്ന സമയത്ത് കളിമണ്ണ് കൊണ്ട് പാകപ്പെടുത്തിയിട്ട് അല്ലാഹു അവന്റെ റൂഹ് അതിൽ ഊതുന്നത്. അത് ഊതിയപ്പോൾ മനുഷ്യൻ ലോകത്തെ ഏറ്റവും പവറുള്ള ജീവിയായി മാറി. അതാണ് സൂറത്തുൽ ഇസ്രായിലെ ആയത്തെ ഞാൻ ഓതി.
വലഖദ് കറംനാ ബനി ആദം, മനുഷ്യനെ നാം റെസ്പെക്ട് ചെയ്തിരിക്കുന്നു, മനുഷ്യനെ നാം ബഹുമാനിച്ചിരിക്കുന്നു. മനുഷ്യൻ വലിയ ബഹുമാനമുള്ള ആളാണ്. മനുഷ്യൻ മരിച്ചാലും നജിസാവുകയില്ല. വേറെ ജീവികൾ അതിന്റെ റൂഹ് പോയാൽ നജിസാണ്. കോഴി അറുത്ത് ഭക്ഷിക്കാൻ പറ്റിയ ജീവിയാണ്, പക്ഷേ കോഴി ചത്തുപോയാൽ നജിസായി. പശു അറുത്ത് തിന്നാം, പക്ഷേ അതിന്റെ സത്ത് പോയാൽ അല്ലെങ്കിൽ ചത്തുപോയാൽ പശു നജിസാണ്. മനുഷ്യൻ ശുദ്ധിയുള്ളവനാണ്, അവൻ മരിച്ചാലും നജിസാവൂല. അല്ലാഹ്, മനുഷ്യൻ അത്ര പവറുണ്ട്, മരിച്ചാലും അവൻ നജിസല്ല. രണ്ടാമത് മനുഷ്യന്റെ വേറെ വലിയൊരു പവർ, ആ മനുഷ്യനെ എത്ര മോശമായ മനുഷ്യനാണെങ്കിലും അവൻ മനസ്സറിഞ്ഞുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങിയാൽ അവൻ നല്ലവനായി മാറുന്നു. നമ്മളെ ഈ ഖുതുബിയത്തിന്റെ മജ്‌ലിസ് കൊണ്ട് എത്ര മുഅ്മിനീങ്ങൾ ഈമാൻ വർദ്ധിച്ചു, എത്ര പാപികളായ ആളുകൾ ഈ മജ്‌ലിസിൽ പങ്കെടുത്തു നന്നായി. വളരെ മോശമായിരുന്നു, ചെയ്യാത്ത ഒരു തെറ്റുമില്ല. വ്യഭിചാരവും മദ്യപാനവും ലഹരി ഉപയോഗവും എല്ലാം ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ ഈ ദിക്റിന്റെ ഖുതുബിയത്തിന്റെ മജ്‌ലിസിൽ, പള്ളിയിൽ നടക്കുന്ന ഇൽമിന്റെ മജ്‌ലിസിൽ ഒരു വിഭാഗീയതയോ ഒരു എതിർപ്പോ പരസ്പരമുള്ള വിദ്വേഷമോ ഇല്ലാതെ നല്ലതു മാത്രം പറയുകയും നല്ലതു മാത്രം കേൾക്കുകയും നല്ലവരോടെല്ലാം ബഹുമാനം ഉണ്ടാക്കുന്ന നല്ല വഅളുകളും പ്രഭാഷണങ്ങളും സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ഈ മജ്‌ലിസിൽ പങ്കെടുത്ത എത്ര ആളുകൾ നന്നായി. എന്താണ് അതിന്റെ കാരണം? മണ്ണ് കൊണ്ട് പടക്കപ്പെട്ട ശരീരമാണെങ്കിലും ആ ശരീരത്തിലുള്ള ആത്മാവ്, ആ ആത്മാവിന് പവർ കിട്ടുന്ന കാര്യം ഈ മജ്‌ലിസിൽ നിന്ന് ലഭിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, സൂറത്തുൽ ഫുർഖാൻ എന്ന് പറയുന്ന ഒരു അധ്യായം മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലുള്ള മുഴുവൻ സൂറത്തുകളും വളരെ മനോഹരമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും മധുരമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും സംഗീതമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും വളരെ മഹത്വമുള്ളതാണ്. ആ സൂറത്തിൽ അതാ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വല്ലാതെ വേദനിപ്പിച്ച മറ്റൊരു സംഭവമാണ് ഖദീജ ബീവിന്റെ മരണം. മുത്തുനബിയെ വേദനിപ്പിച്ച സംഭവമായതുപോലെ അവിടത്തേക്ക് വലിയ വേദനയുള്ള വിഷയമാണ് ഹംസത്തുൽ കറാർ എന്ന് പറയുന്ന നബിയുടെ പിതൃവ്യൻ. കഅബയുടെ പരിസരത്തുണ്ടാവും. മക്കത്ത് പോയാൽ അബ്ദുൽ മുത്തലിബിന് ഇങ്ങനെ ഓർമ്മയിൽ വരും, മക്കത്ത് പോയാൽ അബൂ താലിബിന് ഓർമ്മയിൽ വരും. ഒരുപാട് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന കഅബാലയത്തിന്റെ പരിസരത്ത് എന്നാൽ ഹംസ റളിയല്ലാഹു അൻഹുവിന് ഓർമ്മയിൽ വരും. കാരണം പുലിയാണ്, ധൈര്യമുള്ള ആളാണ്. ആ ഹംസയെ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ ശക്തി കിട്ടിയ ആളാണ്. മുദരിസമാർക്കും ഇമാമുമാർക്കും സദറുസ്താദുമാർക്കൊക്കെ വലിയ പവർ കിട്ടാറുണ്ടല്ലോ കമ്മിറ്റി ഭാരവാഹികളെ കൊണ്ട്, കാരണവന്മാരെ കൊണ്ട്. അതുപോലെ മുത്തുനബിക്ക് വലിയ പവർ കിട്ടിയിട്ടുണ്ട് ഹംസയെ കൊണ്ട്. അല്ലാഹു തആല അവരൊക്കെ നാളെ സ്വർഗ്ഗത്തിൽ കാണാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അവരെ കൈ പിടിച്ച് ചുംബിക്കാൻ അല്ലാഹു നമുക്ക് വിധി കൂട്ടട്ടെ. ആ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഒരാള് കൊലപ്പെടുത്തി. കൊലപ്പെടുത്തിയത് ഒരു സഹോദരിയാണ്, ഹിന്ദ് എന്ന സഹോദരിയാണ്. ഇത് വലിയ അപമാനമാണ്.
ഒരു പുരുഷനെ ഒരു സ്ത്രീ പോയി കൊല്ലുക എന്ന് പറഞ്ഞാൽ ജാഹിലിയ കാലത്ത് വലിയ അപമാനമാണ്. പക്ഷേ അത് മാത്രമല്ല, ആ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം കൊല ചെയ്യപ്പെട്ട് ആ ഭൂമിയിൽ കിടക്കുമ്പോൾ ആ ഹിന്ദു എന്ന സഹോദരി പറയുന്നു, ഈ കിടക്കുന്ന ശരീരത്തിൽ നിന്ന് ഈ ഹംസയുടെ ഹൃദയം എനിക്ക് നെഞ്ഞ് കോടാലി വെട്ടിക്കീറിയിട്ട് ആ ഹൃദയം എനിക്ക് എടുത്തു തന്നാൽ എനിക്ക് കടിച്ചു തിന്നണം എന്ന് പറഞ്ഞപ്പോൾ ഒരു സഹോദരൻ അതിന് തയ്യാറായി. ആ സഹോദരനാണ് വഹ്ശി എന്ന സഹോദരൻ. ആ സഹോദരൻ അതാ ആ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ഞ് കോടാലി കൊണ്ട് വെട്ടിക്കീറി നെഞ്ഞും കരളും പുറത്തെടുത്തു കൊടുത്തു. അത് ഹംസ ആ സഹോദരി ഹിന്ദു വായിലിട്ട് കടിച്ചു തുപ്പുന്നു. ഈ വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെവിയിലെത്തിയപ്പോൾ വല്ലാത്ത വേദന തോന്നി, വല്ലാത്ത വിഷമം തോന്നി. ആ വിഷമം തോന്നിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ ക്ഷമിച്ചു. വസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റസൂൽ. ഓ നബിയേ, നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങളെ മുമ്പ് കഴിഞ്ഞു പോയ വലിയ അമ്പിയാക്കൾ ഖലീലുല്ലാഹി ഇബ്രാഹിം, കലീമുല്ലാഹി മൂസ, റൂഹുല്ലാഹി ഈസ, ശൈഖുൽ അംബിയാ നൂഹ്, ഈ വലിയ അമ്പിയാക്കന്മാരെ പോലെ നിങ്ങൾ ക്ഷമിക്കണം. അങ്ങനെ നബി ക്ഷമിച്ചു. കൊല്ലം കുറെ കഴിഞ്ഞു മക്ക ഫത്തിന്റെ ദിവസമായപ്പോൾ ആ വഹ്ശി എന്ന് പറയുന്ന മനുഷ്യൻ മുത്ത് നബിയുടെ ഹദറത്തിൽ വന്ന് ചോദിക്കുന്നു, എനിക്ക് നന്നാവാൻ ആഗ്രഹമുണ്ട്, ധാരാളം തെറ്റുകൾ ഞാൻ ചെയ്തു പോയിട്ടുണ്ട്, എനിക്ക് നന്നാവാൻ വഴിയുണ്ടോ? ഇസ്ലാമിൽ വരാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്, എനിക്കതിന് ചാൻസ് ഉണ്ടോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. പാപം ചെയ്തു പോയ അടിമകളെ, നിങ്ങൾ നിരാശപ്പെടരുത്, നിങ്ങളുടെ റബ്ബ് കരുണ ചെയ്യുന്നവനാണ്. അങ്ങനെ ആ വഹ്ശി തൗബ ചെയ്തുകൊണ്ട് മുത്ത് നബിയുടെ ഹദറത്തിൽ വരുന്നു. ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹൻ ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്. വലിയ വിജയങ്ങൾ നൽകി നാളെ സ്വർഗത്തിൽ ആ മുത്തുനബിയുടെ കൂടെ ആ വഹ്ശി അവിടെ ഒരുമിച്ച് കൂടും. സുബ്ഹാനല്ലാഹ്. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു നൽകുന്ന സമ്മാനം മണ്ണ് കൊണ്ട് പടക്കപ്പെട്ട ശരീരമാണെങ്കിലും നമ്മുടെ റൂഹ് അത് പവറുള്ള റൂഹാണ്. ആ പവറുള്ള റൂഹിന്റെ പവർ കേടുവരാതെ അത് നിലനിർത്താൻ കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കും. അല്ലാഹു നമ്മളെ വിജയിപ്പിച്ചു തരട്ടെ. നിങ്ങൾ കേട്ടിരിക്കും, ഇബ്നുൽ അറബിയെ പറ്റി കേട്ടിരിക്കും. ഇബ്നുൽ അറബിയുടെ ഗ്രന്ഥങ്ങൾ സാധാരണക്കാർ വായിക്കരുത് എന്ന് നമ്മുടെ ഉലമാവ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വലിയ ആളാണെങ്കിലും അദ്ദേഹത്തിന്റെ ചില ഭാഷകളും പ്രയോഗങ്ങളും സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഒരു ദിവസം അദ്ദേഹത്തെ ഒരു വീട്ടിലേക്ക് സൽക്കരിച്ചു. വീട്ടുകാർക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. ഒരു വലിയ ഗുരുനാഥനെ നമ്മളെ വീട്ടിലേക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഗുരുനാഥൻ വരുന്നു എന്ന് അറിഞ്ഞതോടുകൂടി വീട് നിറയെ ആളുകൾ വന്നു. കുറച്ച് ഭക്ഷണമേ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളൂ. പക്ഷേ പ്രധാനപ്പെട്ട ഉസ്താദുമാരെ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി കുറെ ആള് വീട്ടിൽ വരുമ്പോ അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കലാണോ ഇതിന്റെ മര്യാദ. അങ്ങനെ ആ വീട്ടുകാര് ഭക്ഷണം കുറെ അധികം ഉണ്ടാക്കി. പക്ഷേ ഈ അതിഥികൾ ഇങ്ങനെ പിന്നെയും വരികയാണ്. ആ വരുന്ന അതിഥികൾക്കെല്ലാം ഭക്ഷണം വിളമ്പാനുള്ള പാത്രമാണില്ലാത്തത്. പാത്രമില്ലാത്ത പ്രയാസം വന്നപ്പോൾ
വീട്ടിൽ ഷോക്കേസിലുള്ള പാത്രവും അടുത്ത വീട്ടിലുള്ള പാത്രവും ഒക്കെ കടം വാങ്ങി. ഇപ്പൊ നമ്മളെ പാത്രമൊക്കെ ബാക്കിയാണ് അല്ലേ? മുമ്പ് അടുത്ത വീട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരലാണ് വിളമ്പാൻ വേണ്ടി. ഈ ശൈഖ് വന്ന സമയത്ത് പാത്രങ്ങൾ തികയാതെ വന്നു. അവസാനം വിരുന്നിന് വന്ന ഒരാൾക്ക് ഭക്ഷണം കഴിക്കാൻ തളികയില്ല, പാത്രമില്ല. ആ വീട്ടുകാരൻ പല സ്ഥലങ്ങളിലും ചുറ്റി നടന്നു ഒരു പാത്രം കിട്ടാൻ. അവസാനം ഒരു പാത്രം കിട്ടി. ആ പാത്രം ഏതാണ്? ഒരു കോളാമ്പിയാണ് ലഭിച്ചത്. ആ കോളാമ്പിയാകട്ടെ ഉപയോഗിച്ചിട്ടില്ലാത്ത കോളാമ്പിയാണ്. ഉപയോഗിച്ച കോളാമ്പിയാകുമ്പോ അതിലെ വിളമ്പാൻ പാടില്ല. അത് എത്ര കഴിയാലും വിരുന്നുകാർക്ക് കൊടുക്കാൻ പറ്റില്ല. ഇത് കടയിൽ നിന്ന് വാങ്ങിയ പുതിയ ഫ്രഷ് കോളാമ്പിയാണ്. അതില് വിളമ്പാമോ? അത് അയാൾക്ക് സന്തോഷം ഉണ്ടെങ്കിൽ വിളമ്പാം, ചോദിക്കണം. മറ്റേത് ഐബാക്കലേ. അങ്ങനെ പുതിയ കോളാമ്പിയിൽ ഭക്ഷണം വിളമ്പി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും ഭക്ഷണം കഴിച്ചു. ആ കോളാമ്പി കിട്ടിയ ആള് അതിലും ഭക്ഷണം കഴിച്ചു. ഭക്ഷണങ്ങളെല്ലാം കഴിച്ച് പാത്രങ്ങൾ സുപ്രയിൽ അവിടെ നിൽക്കുമ്പോൾ ആ പാത്രം അവിടെ നിൽക്കുന്ന സമയത്ത് ആ വീട്ടിലൊരു വലിയ സംഭവം നടക്കുന്നു. ആ പാത്രം അതാ പെട്ടെന്ന് പൊട്ടുന്നു. അത് പൊട്ടുന്ന ശബ്ദം എല്ലാവരും കേൾക്കുന്നു. അത് കേട്ടപ്പോൾ ശൈഖിനോട് ആ വീട്ടുകാരൻ വന്ന് പറയുകയാണ്, ഗുരു, നിങ്ങളും നിങ്ങളുടെ മുരീദുമാരും എന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് ഒരു പാത്രം ഒരു കാരണവുമില്ലാതെ പൊട്ടിയിരിക്കുകയാണ്. എന്താണ് അതിന്റെ കാരണം? അതിന്റെ രഹസ്യം എന്താണെന്ന് പറഞ്ഞു തരുമോ? ആ സമയത്ത് ആ ശൈഖ് പറയുകയാണ്, ആ പാത്രം പൊട്ടിയത് മാത്രമാണല്ലോ നിങ്ങൾ കേട്ടത്. ആ പാത്രം ഒരു പ്രസ്താവനയും കൂടെ നടത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിലും ഞാൻ കേട്ടിട്ടുണ്ട്. അതെന്താണ് ആ പാത്രം പറയുന്നത്? അല്ലാഹുവേ, നല്ല നല്ല മനുഷ്യന്മാർ ഭക്ഷണം വിളമ്പി അത് ബിസ്മി ചൊല്ലി തിന്നാൻ വേണ്ടി ഉപയോഗിച്ച പാത്രമാണ് ഞാൻ. ഈ മജ്‌ലിസിൽ നിന്ന് ആ ഉസ്താദും വന്ന മുരീദുമാരും ഒക്കെ അങ്ങ് പോയതിനു ശേഷം നാളെ രാവിലെ മുതൽ ഈ കോളാമ്പി എന്ന ഈ പാത്രത്തിന്റെ ഡ്യൂട്ടി മാലിന്യം വഹിക്കലായിരിക്കും. അങ്ങനെ ഒരു അവസ്ഥയോടെ, അങ്ങനെയുള്ള ഒരവസ്ഥയോട് പൊരുത്തപ്പെടാൻ എനിക്ക് കഴിയില്ല. കാരണം മുഅ്മിനീങ്ങൾ ബന്ധപ്പെട്ട നല്ലൊരു സാധനത്തിൽ ഇനി മാലിന്യം വരുന്നത് എനിക്ക് സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാനങ്ങ് പൊട്ടിയതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും വഅലമൂ അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബിഹി വഅന്നഹു ഇലൈഹി തുഹ്ശറൂൻ. സൂറത്തുൽ അൻഫാലിൽ അല്ലാഹ് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ, ഇസ്തജീബൂ ലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന് ഉത്തരം ചെയ്യണം. വലിർ റസൂൽ, നിങ്ങൾ റസൂൽ പറഞ്ഞു നിങ്ങൾ കേൾക്കണം. ബാങ്ക് കേട്ടാൽ നിങ്ങൾ നിസ്കരിക്കണം. അത് പള്ളിയിൽ നിസ്കരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വീടുകളിൽ നിസ്കരിക്കണം. അവിടെയും കഴിയുന്നില്ലെങ്കിൽ റോഡും എവിടെയെങ്കിലും നിങ്ങൾ നിസ്കരിക്കണം. ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖ് തങ്ങൾ നിസ്കാരത്തിന്റെ സമയമായാൽ എവിടെ നിന്നാണോ ബാങ്ക്, ആ ബാങ്ക് എവിടെ നിന്നാണോ കേൾക്കുന്നത് ആ സമയത്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങി അതാ തട്ടം നിലത്തി വിരിച്ച് നിസ്കരിക്കാറുണ്ടായിരുന്നു. രാഷ്ട്രീയമുള്ളതോടുകൂടി തന്നെ നിസ്കാരത്തിൽ നല്ല താല്പര്യമുള്ള ആ തങ്ങൾ ഒരു ഉദാഹരണമാണ്. നിസ്കാരത്തിന് വലിയ
പ്രാധാന്യമുണ്ട്. അത് നിങ്ങൾ നിർവഹിക്കണം. വലിയ റസൂൽ, നിങ്ങളെ റസൂൽ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ സുന്നത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സുന്നത്ത് ജമാഅത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് നിങ്ങൾ നിർവഹിക്കണം. വഅലമു അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വ ഖൽബിഹി, ഒരു മനുഷ്യന്റെയും അവന്റെ കൽബിന്റെയും ഇടയിൽ അല്ലാഹു മറയിട്ട് കളയും. അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കൽബ് തന്ന അല്ലാഹു നിങ്ങളുടെയും കൽബിന്റെയും ഇടയിൽ മറയിടും. അഥവാ അറ്റാക്ക് പോലെയുള്ള രോഗങ്ങൾ വരും. ആ കോളാമ്പിക്ക് പറ്റിയത് അറ്റാക്കാണ്. ആ അറ്റാക്കിന്റെ കാരണം നല്ല കാര്യങ്ങൾ മാത്രം സ്വീകരിച്ച ആ കോളാമ്പി അടുത്ത സെക്കൻഡിൽ മാലിന്യവുമായി ബന്ധപ്പെടാനാണ് പോകുന്നത്. അത് സഹിക്കാൻ അതിന് കഴിയാതെ വന്നപ്പോഴാണ് പൊട്ടിയത്. അതുപോലെ ഈമാനും സാലിഹായ അമലും നിസ്കാരവും ദിക്റും ഖുർആനും ഇതൊക്കെ നിറച്ചുവെച്ച കൽബിലേക്ക് തോന്നിയാസങ്ങൾ കയറ്റി വെക്കരുത്. മദ്യം കഴിക്കരുത്, ലഹരി ഉപയോഗിക്കരുത്, മാതാപിതാക്കള് പൊരുത്തക്കേട് വാങ്ങരുത്, ഉസ്താദുമാരുടെ ശാപം വാങ്ങരുത്, സയ്യിദുമാരെ വെറുപ്പിക്കരുത്, ആലിമീങ്ങളെ ചീത്ത പറയരുത്. അങ്ങനെ വന്നു പോയാൽ അല്ലാഹു നിങ്ങളുടെയും കൽബിന്റെയും ഇടയിൽ മറയിടും. ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം, ഭ്രാന്ത് കൊണ്ട് അല്ലാഹു പരീക്ഷിക്കും, ഓർമ്മക്കുറവ് കൊണ്ട് അല്ലാഹു പരീക്ഷിക്കും. പറഞ്ഞു വരുന്നത് മണ്ണ് കൊണ്ടാണ് പടക്കപ്പെട്ടതെങ്കിലും ആ മണ്ണിന്റെ പോരായ്മ പരിഹരിക്കാൻ വേണ്ടി വളരെ മഹത്വമുള്ള ഒരു റൂഹിനെ അല്ലാഹു നമുക്ക് തന്നു. മുഅ്മിനീങ്ങളെ, ആ റൂഹിന് ഇങ്ങനെ ശക്തി പകർന്നു കൊടുക്കണം. എന്താണ് അതിന് കൊടുക്കേണ്ട ശക്തി? ഞാൻ എന്റെ വാക്കുകൾ നീട്ടുന്നില്ല. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, വമൻ യഅശു അൻ ദിക്രി റഹ്മാൻ നുഖയ്യിദു ലഹു ശൈത്വാനൻ ഫഹുവ ലഹു ഖരീൻ. റൂഹിന് ശക്തി കൊടുക്കാനുള്ള വഴി ദിക്റുകളാണ്. ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال ربي لم حشرتني أعمى وقد كنت بصيرا. മാസത്തിൽ ഖുത്ബിയ്യത്തിന്റെ മജ്‌ലിസിൽ പങ്കെടുക്കുന്നു അബ്ദുൽ ഖാദിറുൽ ജീലാനി മഹാനവർകളെ പറയുന്നു, മഹാനവർകൾ ഓർക്കുന്നു. വലിയ മഹാൻ, ബഗ്ദാദിലാണ് ജനനം. ബഗ്ദാദിൽ രണ്ട് മഹാന്മാരുണ്ടായിരുന്നു. ഒന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദുൽ ഗസാലി, രണ്ട് അബ്ദുൽ ഖാദിറുൽ ജീലാനി. രണ്ടും ഏതാണ്ട് ഒരു കാലത്താണ്, ചെറിയ വ്യത്യാസമുണ്ട്. അബ്ദുൽ ഖാദിറുൽ ജീലാനി കുട്ടിക്കാലം മുതൽ തർബിയത്തിലൂടെ വളർന്ന ആളാണ്. ബഹുമാനപ്പെട്ട അബൂ ഹാമിദുൽ ഗസാലി കുട്ടിക്കാലത്ത് ഉള്ളതിനേക്കാൾ കൂടുതൽ തർബിയത്തിന്റെ ചിന്ത അവസാന കാലത്താണ് വന്നത്. രണ്ടാളും വലിയ മഹാന്മാരാണ്. അല്ലാഹു തആല ആ രണ്ട് മഹാന്മാരെ ബർക്കത്തോട് നമ്മളെയും നമ്മളെ മക്കളെയും കുടുംബങ്ങളൊക്കെ നന്നാക്കി തരട്ടെ. പാപം ചെയ്യുന്ന ആളുകളോട് അബ്ദുൽ ഖാദിറുൽ ജീലാനിക്ക് നല്ല സ്നേഹമായിരിക്കും. ഒരാളോടും വെറുപ്പില്ല, വർഗീയതയില്ല, ഭീകരതയില്ല. ഗൗസുൽ ആദമിന്റെ വഴിയാണ് കേരളത്തിലെ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ പിന്തുടരേണ്ടത്. അജ്മീർ ശൈഖിന്റെ മാർഗം അത് മുഹീദ്ദീൻ ശൈഖിന്റെ മാർഗമാണ് എന്ന് പറഞ്ഞാൽ ഏത് പാപം ചെയ്ത ആളുകളോടും ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം തങ്ങൾ സ്നേഹത്തോടെ പെരുമാറും. എന്നിട്ട് അവരെ മനസ്സിനെ സ്വാധീനിക്കും. മുല്ലാ നസറുദ്ദീനെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ സുഹൃത്തുക്കളെ? മുല്ലാ നസറുദ്ദീൻ അദ്ദേഹവും അങ്ങനെയാണ്. നല്ല ഇടപെടൽ, പിണങ്ങൂല ആരോടും പിണങ്ങാത്ത നല്ല മനസ്സ് അല്ലാഹു ഈ രാത്രിയുടെ ബർക്കത്ത് കൊണ്ട് നമുക്ക് തരട്ടെ.
ആരോടൊക്കെ പിണക്കുണ്ട് ആ പിണക്കൊക്കെ അള്ളാഹ് യോജിപ്പിച്ചു തരട്ടെ. കുടുംബത്തിൽപ്പെട്ട പലരോടും പിണങ്ങി സ്വത്തിനു വേണ്ടി തർക്കം കൂടി കോടതിയിൽ കൂടെ അങ്ങനെ നടക്കുന്ന മനുഷ്യ, നീ എങ്ങനെയാണ് രക്ഷപ്പെടുക? എങ്ങനെയാണ് നീ രക്ഷപ്പെടുക? മുല്ലാ നസ്രുദ്ദീൻ അദ്ദേഹം വീട്ടിൽ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് ആ വീട്ടിന്റെ മുകളിലൂടെ ഒരു കള്ളൻ ആ വീട്ടിന്റെ ഉള്ളിൽ വന്നിറങ്ങി. വീട്ടിന്റെ മച്ചിന്റെ മുകളിലൂടെ കള്ളൻ പാരച്യൂട്ടിലാണ് വീട്ടിന്റെ ഉള്ളിൽ ഇറങ്ങിയത്. കള്ളന്മാരൊക്കെ പുതിയ ടെക്നിക്ക് പഠിച്ച് കക്കുന്ന കാലമാണല്ലോ ഇപ്പൊ. എന്നാ ആ കാലത്തും ആ അത്തരം ടെക്നോളജികളൊക്കെ ഉള്ള കാലം. മോളിൽ കൂടെ ചാടി മുല്ലാ നസ്രുദ്ദീൻ ഇങ്ങനെ ഉറങ്ങുകയാണ്. ആ ഉറങ്ങുന്ന സമയത്താണ് കള്ളൻ വന്ന് വിലപിടിപ്പുള്ള സാധനങ്ങൾ മുഴുവനും കളക്ട് ചെയ്ത് താക്കോലെടുത്ത് ഷെൽഫ് തുറന്ന് ഷെൽഫിലുള്ള സാധനം എടുത്ത് മുഴുവനും കൂടെ വലിയൊരു തുണിയിൽ അതെടുത്ത് കെട്ടി. മുല്ല നസ്രുദ്ദീൻ ആ സമയത്ത് ഉറങ്ങിയതുപോലെ ഇങ്ങനെ കിടക്കുകയാണ്. ഇയാള് ചാടി വീഴുമ്പോൾ തന്നെ ഉറക്കമൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ നോക്കി എന്താണ് പരിപാടി എല്ലാം എടുത്ത് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഈ സാധനം എല്ലാം കൂടി തുണിയിലെടുത്ത് വെച്ച് കെട്ടി തലയിൽ എടുത്തു വെക്കാൻ അയാൾ കൊണ്ട് കഴിയുന്നില്ല. അവ മുല്ല മെല്ലെ എഴുന്നേറ്റ് ചോദിച്ചു, തലയില് ഞാൻ തന്നെ എടുത്തു വെച്ചുതരാം. അപ്പൊ ഈ കള്ളൻ ഇങ്ങനെ അത്ഭുതത്തോടെ അല്ല എന്തെങ്കിലും പറഞ്ഞു, അല്ല ഞാൻ ഈ സാധനമൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടി ഒരാളെ കിട്ടാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് നിങ്ങളിവിടെ വന്നത്. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് തലയിലേക്ക് എടുത്തു വെക്കാൻ നല്ല ഒത്താശ ചെയ്യാൻ ഒരുങ്ങുന്ന സമയത്ത് പിന്നെ കഥയൊക്കെ മാറിപ്പോയി. കള്ളനെ കൊണ്ടുപോകണമെന്ന് പൂതിയില്ല, മനസ്സാകെ മാറിപ്പോയി. ആ മുല്ലാ നസ്രുദ്ദീന്റെ കൈപിടിച്ച് ആ കള്ളൻ നന്നാകുന്നു. മനുഷ്യരെ നന്നാക്കാൻ ഔലിയാക്കൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ, ആലിമീങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ, സയ്യിദുമാർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. മുത്ത് നബിയുടെ കൈകൊണ്ട് എത്ര ആള് നന്നായി മുഅ്മിനീങ്ങളെ. ഗൗസുൽ ആലമിന്റെ കൈകൊണ്ട് എത്ര ആള് നന്നായി. ഓരോ മജ്‌ലിസിലും 70,000 ആളുകൾ പങ്കെടുക്കും. ഒരു മൈക്ക് ഇല്ല, ഉച്ചഭാഷണിയില്ല. ബഗ്ദാദ്, ആ ബഗ്ദാദിലെ അദ്ദേഹത്തിന്റെ പർണശാലയിൽ ഒരു മജ്‌ലിസിൽ 70,000 ആളുകൾ. ആ പ്രഭാഷണം തുടങ്ങുന്ന സമയത്ത് പകുതിയിലധികവും അമുസ്ലിമീങ്ങളാണ്, അല്ലെങ്കിൽ കള്ളുകുടിയന്മാരാണ്, മോശക്കാരാണ്. പ്രസംഗം കഴിയുമ്പോഴേക്ക് ആ മജ്‌ലിസിലേക്ക് വന്ന് ശൈഖിന്റെ കൈപിടിച്ച് ഓരോരുത്തരും കരയുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയാണ്. കുറെ കൊല്ലം മുമ്പ് കോട്ടയം ജില്ലയിൽ ഒരു നബിദിന പ്രഭാഷണത്തിന് പോയി ഇസ്ലാമിന്റെ മഹത്തായ ആദർശങ്ങളൊക്കെ പ്രസംഗിച്ചപ്പോ ഒരാൾ സ്റ്റേജിൽ കയറി വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ എനിക്ക് കലിമ ചൊല്ലിത്തരണം. എന്റെ ജീവിതത്തിൽ അങ്ങനെ ഓരോ ഓർമ്മ മാത്രമേ ഉള്ളൂ. വയലു പറയുമ്പോ ഒരാള് കലിമ ചൊല്ലിത്തരാൻ പറഞ്ഞു വന്ന ഒറ്റ സംഭവം, അതൊരു 30 കൊല്ലം മുമ്പാണ്. പിന്നെ ഒരു മനുഷ്യനും തോന്നിയിട്ടില്ല. അതിനർത്ഥം നമ്മള് പോരാൻ തന്നെ അതിന്റെ അർത്ഥം. അല്ലാഹു നമ്മളെ നന്നാക്കി തരും. ആ വലിയ മാന്റെ പേരിൽ ഉള്ള മജ്‌ലിസാണെന്ന് ഓർമ്മയിൽ വേണം. ആ മജ്‌ലിസിൽ വരുമ്പോൾ ومن يعش عن ذكر الرحمن نقيض له شيطانا فهو له قرين. ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ ഓർമ്മയിൽ നിന്ന് തെറിച്ചു പോയാൽ, അല്ലാഹുവിന്റെ ഓർമ്മ ഖൽബിലില്ലാതെ പോയാൽ, ദിക്ർ തീരെ ചൊല്ലാതെയായാൽ, എല്ലാ നിസ്കാരത്തിന്റെയും ശേഷം സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33,
100ാമത്തെ എണ്ണം പൂർത്തിയാക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് എന്ന ദിക്ർ. പിന്നെ 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് അഫ്ളലുൽ ദിക്ർ. അതെല്ലാ നിസ്കാരത്തിന്റെ ശേഷം സുന്നത്താണ്. അഫ്ളലുൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് 10. ആ ദിക്റെല്ലാം കൃത്യമായി ചൊല്ലുന്ന ആളുകൾ ആരാ നമ്മുടെ മജ്‌ലിസിലുള്ളത്? അതുകൊണ്ട് ഒരുപാട് ദിക്ർ ഇനിയും ചൊല്ലാൻ ബാക്കിയുണ്ട്. ആ ബാക്കിയുള്ള ദിക്റുകൾ കൂടി മനസ്സിൽ കരുതി അതാ മജ്‌ലിസുകളിൽ വരുന്നു, ചൊല്ലുന്നു, എന്നിട്ട് റബ്ബിന്റെ പൊരുത്തം വാങ്ങുന്നു. അതാണ് ദിക്റിൽ നിന്ന് ആരെങ്കിലും മാറിയാൽ നുഖയ്യിദു ലഹു ശൈത്വാനൻ, അവന്റെ കാര്യം നോക്കാൻ വേണ്ടി ഒരു ശൈത്വാനെ ഞാൻ അധികാരപ്പെടുത്തും. ആ ശൈത്വാൻ അവന്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ ഫഹുവ ലഹു ഖരീൻ, അവന്റെ എല്ലാ വിഷയത്തിലും ആ ശൈത്വാൻ പങ്കാളിയാകും. അവനുണ്ടാകുന്ന മക്കൾ പോലും അവന് ഉപകാരപ്പെടുകയില്ല. കാരണം അവനും ഭാര്യയും ബന്ധപ്പെടുന്ന സമയത്ത് പിശാചാണ് അവിടെയും സ്വാധീനം ഉറപ്പിക്കുക. അവന്റെ വ്യാപാരം അവന് ഗുണമുണ്ടാവുകയില്ല. കാരണം അവിടെയും പിശാചാണ് അവനെ സ്വാധീനിക്കുക. അതേ സമയത്ത് ദിക്റിന്റെയും സ്വലാത്തിന്റെയും വഴിയിലേക്ക് മനസ്സ് വെച്ചാലോ എവിടെയും വിജയമാണ്, എവിടെയും സമാധാനമാണ്. കേട്ടില്ലേ സഹോദരന്മാരെ, ഔഫ് ഇബ്നു മാലിക്കുൽ അസ്ജഈ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നിങ്ങൾ കേട്ടതാണ്. സഹോദരിമാരും സഹോദരന്മാരും ഒക്കെ പഠിച്ചിട്ടുള്ള ചരിത്രമാണ്. ജനാസ നിസ്കരിക്കുന്ന സമയത്ത് ആ ജനാസ നിസ്കാരം നിർവഹിക്കുമ്പോൾ മദീനത്തെ പള്ളിയിൽ ഏത് മയ്യിത്തിന് വേണ്ടിയും നിസ്കരിക്കുമ്പോൾ ഇമാമത്ത് നിൽക്കുക മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ബാപ്പ മരിച്ചാൽ മക്കളാണോ ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകേണ്ടത്? മകൻ നിസ്കരിച്ചാൽ ബാപ്പയാണോ? അല്ല, മകനും ബാപ്പയും ഉള്ളപ്പോൾ തന്നെ മുത്ത് നബിയാണോ? ഹദീസിന്റെ കിതാബിൽ കാണാം, ബാപ്പ മരിച്ചാലും മകൻ മരിച്ചാലും മദീനത്തെ പള്ളിയിൽ നിസ്കാരത്തിന് നേതൃത്വം മുത്ത് നബിയാണ്. ഓ അങ്ങനെ ഒരു ജനാസ നിസ്കരിക്കാൻ വേണ്ടി നബിതങ്ങൾ വന്നു. എന്തൊരു ഭാഗ്യമാണ് സ്വഹാബത്തിന്. അവരാര് മരിച്ചാലും നബിതങ്ങൾ നിസ്കരിക്കും. ആ നബിതങ്ങൾ നിസ്കാരത്തിന് വേണ്ടി അതാ കൈകെട്ടുന്ന സമയം നേരെ പിന്നിലുണ്ട് ഔഫ് ഇബ്നു മാലിക്കുൽ അസ്ജഈ റളിയല്ലാഹു അൻഹു. ആ മഹാനവർകൾ ആ നിസ്കാരത്തിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ വന്നത് എന്താണെന്നറിയോ? റബ്ബേ, ഈ മയ്യിത്ത് എത്ര ഭാഗ്യമുള്ള മയ്യിത്താണ്. ഈ മയ്യിത്തിന് വേണ്ടി നിസ്കരിക്കുന്നത് നബിയാണ്. അതുകൊണ്ട് വദിത്തു അല്ലൗ കുൻതുൽ മയ്യിത്ത, ഈ മരിച്ച ആള് ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാൽ ഈ നിസ്കാരം എനിക്കാണല്ലോ കിട്ടുക എന്ന് ഓർത്ത സഹാബി, ആ സഹാബി പറയുന്നു, എന്റെ മകനെ ഒരു ദിവസം കാണാതെയായപ്പോൾ ആ മകനെ കാണാതെയായ സങ്കടം ഞാൻ ചെന്ന് പറഞ്ഞത് നബിയോടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ സങ്കടം പറഞ്ഞു, മകനെ കാണുന്നില്ല. പറഞ്ഞപ്പോൾ ഒരു ദിക്ർ ഉപദേശിക്കുകയാണ്. ആ ദിക്റാണ് ഏത്? മക്കളെ കാണാതെയായാൽ മക്കളെ വേഗം തിരിച്ചു കിട്ടാൻ ഒരു ദിക്റുണ്ട്. ഏതാണ്? ലാ ഹൗല. ബാക്കി എല്ലാരും ചൊല്ല്. ലാ ഹൗല. ആ ദിക്ർ ചൊല്ലി ചൊല്ലി ധാരാളം ചൊല്ലിയപ്പോൾ രാവിലെ എന്റെ മകൻ തിരിച്ചു വരുന്നു. ഞാൻ ചോദിച്ചു, മോനെ നീ എവിടെയായിരുന്നു പോയത്? എന്റെ മകൻ എന്നോട് പറയുന്നു, ഞാൻ തട്ടിക്കൊണ്ടുപോയ സ്ഥലത്ത് നിന്ന് എനിക്ക് ഇങ്ങോട്ട് പുറപ്പെടാൻ പെട്ടെന്ന് തോന്നി, അങ്ങനെ വന്നു. റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു വ തആല ദിക്ർ കൊണ്ട് ഖൽബും ശരീരവും ശുദ്ധിയാക്കി വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ ഈ മഹല്ലിൽ വർഷങ്ങളായി
നിങ്ങളോടൊപ്പം നിൽക്കുന്ന, അദ്ദേഹത്തോടൊപ്പം നിങ്ങൾ കഴിയുന്ന, മനസ്സും ശരീരവും യോജിച്ച് വളരെ സഹകരിച്ച് ഈ നാട് എല്ലാ അർത്ഥത്തിലും ഈമാന്റെ തിളക്കം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു നല്ല അവസ്ഥ ഖിയാമത്ത് നാൾ വരെ അല്ലാഹു തആല നിലനിർത്തട്ടെ. അദ്ദേഹത്തിനും ഈ മഹല്ല് ഭാരവാഹികൾക്കും ഇവിടെ വന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ശൈഖ് ഗൗസുൽ ആദം തങ്ങളെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ഇൽമിൽ ബർക്കത്ത് ചെയ്യട്ടെ, നമ്മുടെ അമലിൽ ബർക്കത്ത് ചെയ്യട്ടെ. ഈ രാത്രി കൊണ്ട് അല്ലാഹു നമ്മളെ വിജയിപ്പിച്ചു തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്പം നീണ്ടുപോയെങ്കിൽ ക്ഷമിക്കണം, ദുആ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തി. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصل اللهم على الحبيب محمد وآله وصحبه أجمعين والحمد لله رب العالمين.